അമ്മോടെ നിൽക്കാൻ നിക്ക്. നിക്കില്ല. ആരാത്? കുട്ടിമാവേ, ആരും ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ. ഇവിടെങ്കിലും ഇത്തിരി സ്വരം തന്നൂടെ എനിക്ക്? സ്വൈരം കെടുത്താൻ വന്നതല്ല, ഒരു അത്യാവശ്യം വന്നതുകൊണ്ട്. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വരരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ. വരരുതെന്നും ഉപദ്രവിക്കരുതെന്നും ഒക്കെ കരുതിയതാ. പക്ഷേ ഇപ്പൊ അങ്ങനെ ഒരു അവസരം വന്നു, ഉപദ്രവിക്കേണ്ടി വന്നു എന്ന് വെച്ചോളൂ. എന്താ ഇപ്പൊ അത്ര വലിയ ആനക്കാര്യം? ഇന്നലെ രാവിലെ മുതൽ അമ്മൂനിയും കുട്ടിയും കാണാനില്ല. നന്ദ കാണാനില്ല. മാഷ ആളായിട്ടിരുന്നു, ഒരു വിവരവുമില്ല. മുന്നിൽ ഇനി കണ്ടുപോരെന്ന് പറഞ്ഞ് ആട്ടിയിറക്കിയതല്ലേ എന്നെ. ഇനി അവരായി അവരുടെ പാടായി. അപ്പോഴത്തെ വിഷമം കൊണ്ട് ആ കുട്ടി എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ട് അത് ഇപ്പോഴും മനസ്സ് കൊണ്ട് നടക്കണോ? അപ്പോഴത്തെ വിഷമം അതും അവർക്കൊക്കെ, എനിക്കൊന്നുമില്ല. എന്റെ മനസ്സ് കല്ലാണല്ലോ. ഇപ്പോഴത്തെ എന്റെ മട്ട് കണ്ടിട്ട് അതന്നെയാ തോന്നണേ. ഇത്രയും ദൂരത്ത് ഞാൻ ഓടി വന്ന് തന്റെ സഹായം ഉണ്ടാവിച്ചിട്ടാ. വിവരം അറിയിക്കാനാണെങ്കിൽ കത്തെഴുതിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കമ്പി. സഹായിച്ച് ഞാനിങ്ങനെയായി. എല്ലാ കുറ്റവും നന്ദന്റെ, എല്ലാ തെറ്റും നന്ദന്റെ, എല്ലാ ശാപവും നന്ദന്. അമ്മു വീട് വിട്ട് ഇറങ്ങിപ്പോവാനും കാരണം ഞാനാവുന്നാവൂ. നീ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് എവിടേക്ക് ഓടാനാ? വയ്യാണ്ട് കിടക്കണ മാഷാ പിന്നീട്. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു, ഇനി തിരയാത്ത ഒരു സ്ഥലവുമില്ല എന്ന് വെച്ചാൽ അത് മതിയെന്നോ? പിന്നെ ഞാൻ എന്താ ചെയ്യാ? എല്ലാവരും ഉപേക്ഷിച്ച് പോന്ന സമാധാനം കിട്ടും തോന്നുന്നുണ്ടോ നന്ദന്? ഉപേക്ഷിച്ചത് ഞാനല്ല, അവരാ. ഇടികത്തിണ്ണയിലോ പ്ലാറ്റ്ഫോമിലോ ഉറങ്ങ് റോട്ടിലൊക്കെ അലഞ്ഞിരുന്ന് നടക്കുകയും ചെയ്യാവൂ അമ്മൂന്ന് അറിഞ്ഞാലും, കൊച്ചുകുട്ടിയെ കൊണ്ട് വിശന്ന് വലഞ്ഞ് എച്ചിലും തിന്ന് നടക്കാവൂന്ന് അറിഞ്ഞാലും, അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു എന്നറിഞ്ഞാലും, അല്ലെങ്കിൽ ആരെങ്കിലും അവളെ മതി നിർത്ത. കഴുതേ വിവരമില്ലാത്തവളെ. ഇനി പൂജയുടെയും കൊട്ടിന്റെ ഇടയിൽ നിന്റെ ഇടപെടലൊന്നും വേണ്ടാട്ടോ. അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഭഗവതി പറയണു, ഞാൻ കൊട്ടണു. ഭഗവതിയല്ല, ഗന്ധർവ പൂജ അവിടെ നടക്കണേ. വാദ്യാരായം കുടിച്ച് കൊട്ടുമ്പളേ അങ്ങനെ പരതും തോന്നും. ഞാൻ കുടിച്ചാൽ നിനക്കെന്താടി? ഭഗവതി പറയണു, ഞാൻ കുടിക്കണു. ഇപ്പൊ തന്നെ രണ്ടാളും കൂടി. പിന്നല്ലാണ്ട് നാക്കല് നാലെണ്ണം കൂടി വേണം. ഈ കോണശീല പോലത്തെ സാധനമല്ല, ഇത്തിരി വലുതേ വലുത്. ഇന്നത്തോടെ 20 പൂജ തികഞ്ഞു അല്ലേ പരമാ? അല്ല 21. അല്ല 20. മൂത്താരെ എന്നെ കണക്ക് പഠിപ്പിക്കണ്ട. കഴിഞ്ഞ 20 പൂജയ്ക്കും കൊട്ടിയത് ഈ പരമനാ. എന്താ ആയില്ലേ ഇതുവരെ? നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരുന്നാൽ എങ്ങനെയാ ശേഖര? ഇവിടെയൊക്കെ റെഡിയായെടുത്തി. എന്റെ ഗന്ധർവന്മാരെ, അമ്മുവിന്റെ എല്ലാ അസുഖവും ഭേദാക്കി തരണേ. ഗന്ധർവന്മാര് പ്രസാദിച്ചിരിക്കണു തമ്പുരാട്ടി. ധൈര്യമായിട്ടിരുന്നോളൂ. അമ്മുക്കുട്ടിയെ വിളിക്കുക. അതിന് ആ കുട്ടി എവിടെ? നിങ്ങൾ പത്രക്കാർക്ക് വേണമല്ലോ ഇതൊക്കെ വിവാദം ഉണ്ടാക്കാൻ. മനുഷ്യന് ഗുണമുള്ള നല്ല കാര്യങ്ങൾ എഴുതാൻ സ്ഥലമില്ല, നേരമില്ല അല്ലേ? മിനിസ്റ്റർക്കുള്ള ഫയലിൽ IAS കാരൻ കാർട്ടൂൺ വരച്ചു. വിവാദാക്ക്. മിനിസ്റ്ററിന്റെ കസേര തെറിപ്പിക്കട്ടെ. ക്യാൻവാസും ബ്രഷും പെയിന്റും ഉള്ളിടത്തോളം കാലം നന്ദഗോപാലൻ സുഖമായിട്ട് ജീവിക്കും. മനസ്സിലായോ? മന്ത്രിയാണ് സാർ ഇത് പറഞ്ഞുണ്ടാക്കിയത്. മന്ത്രി എന്ത് പറഞ്ഞുണ്ടാക്കിയാലും അമ്മുവിനെ ഇവിടെ എവിടെയും കാണാനില്ലല്ലോ.
പൂജയ്ക്ക് നേരായി. വല്യമ്മ എങ്ങനെ ശ്രദ്ധിക്കാഞ്ഞാലോ? സുഖമില്ലാത്ത കുട്ടിയല്ലേ അവള്? കുട്ടിമാമ എവിടെ? അമ്മോ അമ്മോ എവിടെ പോയി കിടക്കുക ഈ കുട്ടി? രാജ്ഞി കൽപ്പിക്കണം. ഏറ്റവും വലിയ മൃഗം രാജ്ഞിക്കുള്ളതാ. നമ്മുടെ വലയില് ഒരു മൃഗം വീണു. ഏത് മൃഗം മിന്നു? അമ്മോ ഏത് നേരത്തും അമ്മോ എന്നെ ഇറക്കി വിടാൻ പറയും മറ്റങ്ങളോട്. കുട്ടിയമ്മ എന്തിനാ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വന്നത്? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വന്നല്ല, ഇത് എന്റെ ഇടയ്ക്ക് വന്നതാണ്. ചുമരടി, ഞാൻ വെള്ളച്ചിലെ ആട്ടുംകുട്ടിയെ പിടിക്കാൻ ഒരു സൂത്രം ഉണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ആട്ടുകുട്ടിയെ പിടിക്കുക? വെറുതെ ഒരു തമാശക്ക്. എന്നോടാണ് തമാശ കാണിക്കണേ. ഇറക്കി വിടാൻ. ചെല്ല് പോ. ഇറക്ക ആ ഇറക്കിറക്ക്. മെല്ലെ. ഇറക്കാൻ. ഒക്കെ പോക വീട്ടിലേക്ക്. വേഷങ്ങള് ആഹാ അമ്മുക്കുട്ടിയുടെ കുട്ടികളായിട്ട് കളിച്ചു നിൽക്കുക. വരൂ, പൂജയ്ക്കുള്ള സമയായി. വേഗം വന്ന് കുളിച്ചു വരുന്ന കുട്ടിയമ്മ വരട്ടെ. ഓ വേഗം. കുറത്തി പറഞ്ഞ ചേല ഒരിക്കൽ ശീലം തന്നെങ്കിൽ ഒരിക്കൽ ശീലം ആകാം. വേണ്ട വല്യമ്മേ, വേഗാട്ടെ. എന്നെ വല്യമ്മ ഇവിടെ നിക്കണം, എനിക്ക് പേടിയാ. കുളിക്കാൻ എന്താ പേടിക്കാൻ? പേടിയാ. ഇവിടെ നിക്കണം. വല്യമ്മ ഇവിടെ നിക്കണുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്തേലും ഒരു ഒച്ച ഉണ്ടാക്കോ? ഞാൻ ഇവിടെ നിക്കുന്നുണ്ട കുട്ടി. വല്യമ്മ ഒരു പാട്ട് പാടണം. അപ്പൊ എനിക്കറിയാലോ വല്യമ്മ പുറത്ത് നിക്കണ്ടെന്ന്. എന്നെ കൊണ്ട് പാട്ട് പാടാനൊന്നും വയ്യ. പാടണം, അല്ലെങ്കിലേ ഞാനിപ്പൊ പുറത്തു വരും. ഓമനത്തിങ്കൾ കീടാവോ നല്ല കോമല താമര പൂവോ പൂവിൽ നിറഞ്ഞ കണ്ടു. കുളിക്കുന്നുണ്ട്. വെള്ളച്ചിത കുട്ടികളുടെ കൂടെ തൊടിയിൽ കളിക്കായിരുന്നു. ശേഖരൻ കണ്ടുപിടിച്ചു തുടങ്ങാ. ഞാനൊന്ന് പേടിച്ചു. ഓമന വല്യമ്മ ഇവിടെ നിന്നല്ല എങ്ങനെ പറയും വിളക്കം കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടു. അശ്ശോ, ഞാനത് മറന്നു. നിർത്തിയോ? ആള് മാറിയോ? എന്താ ഇത്? വല്യമ്മ എവിടെ പോണു? അപ്പുറത്ത് ഇത്തിരി ജോലിയുണ്ട്. ഇവിടെ നിക്കണെന്ന് പറഞ്ഞില്ലേ ഞാൻ? ഇവിടെ നിന്ന് അവിടുത്തെ കാര്യം ആരാ നോക്ക? വേഗം കുളിച്ചു. അതിനുള്ളിൽ എനിക്ക് പേടിയാ നന്ദാ. ആ കുറിപ്പ് കാത്തു നിൽക്കുക. നീ ചെന്നിട്ട് വേണം പൂജ തുടങ്ങാൻ. ഇത്തിരി നിക്കട്ടെ അയാള്. ഇത്ര നിക്കട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തിരി നിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത്തിരി നിക്കട്ടെ തന്നെ. അയാളുടെ ഒരു പൂജയും മന്ത്രവും കോമാളി. ഒക്കെ എന്റെ മോക്ക് വേണ്ടിയല്ലേ? നോക്ക് വേണ്ടി അത്രേ. അയാളുടെ പാട്ട് കേൾക്കുമ്പോ എനിക്ക് കലി വരും. എന്നാ നീ ഒന്ന് കുളിച്ചുവാ. ഇന്ന് പാട്ട് വേണ്ടാന്ന് പറയാം. ശരി, എന്നാ നന്ദൻ പാടുവോ? പാട്ട് പാടാൻ ഇപ്പം. വേഗം പാട് നന്ദാ, എന്നിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ തുടങ്ങാൻ. പാട്ട് പാടണ്ട അതോ? നീ പോയി കുളിക്കും. പാടുന്നെന്താ? പാടാം. എന്നാ നല്ല കുട്ടിയായിട്ട് അവിടെ ഒന്ന് പാടുവോ? എപ്പോഴും പാടാറുള്ള പാട്ടില്ലേ, എന്നെ കളിയാക്കണ പാട്ട്? അത് തന്നെ.